മലപ്പുറം കൂട്ടിലങ്ങാടി പഴമള്ളൂർ ഭാഗത്ത് സംഭവിച്ച വാഹനാപകടം അതിൻ്റെ ദൃശ്യങ്ങൾ അത്രത്തോളം ഞെട്ടിക്കുന്നതാണ്. കൃത്യസമയത്തെ ഇടപെടലിലൂടെ ആ വിദ്യാർത്ഥിയുടെ ബൈക്ക് യാത്രികനായിട്ടുള്ള വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിച്ച മഹദിൻ പബ്ലിക് സ്കൂളിൻ്റെ ബസ് ഡ്രൈവർ, സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറായിട്ടുള്ള മലപ്പുറം കോണോമ്പാറ സ്വദേശിയായിട്ടുള്ള ഷഹീർക്കയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ആദ്യം തന്നെ അങ്ങേക്കൊരു അഭിനന്ദനം അർപ്പിക്കുകയാണ്. അതായത് കൃത്യസമയത്ത് ബ്രേക്ക് ചവിട്ടിയത് മൂലമാണല്ലോ ആ കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. എങ്ങനെയാണ് ആ സംഭവത്തെ ഓർക്കുന്നത്? എപ്പോഴായിരുന്നു സംഭവം? ഇത് രാവിലെ 8:15 കുട്ടികളെ എടുത്ത് വന്നുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ കട്ടുപാറ അങ്ങോട്ടും കൂടി പോകാനുണ്ട്, അവിടെ നിന്ന് എടുത്തിട്ട് കുട്ടികൾ തിരിച്ച് വരാനുണ്ട്. അപ്പോൾ ആ സംഭവിച്ചതിൻ്റെ തൊട്ട് ഒരു 50 മീറ്റർ അപ്പുറത്ത് വേറെ 5 കുട്ടികൾ കയറാണ്ട്. അപ്പോൾ ഞാൻ വരുന്നത് അവന് ആ ബൈക്ക് പെട്ടെന്ന് ചെറിയ ടേണിംഗ് ആണല്ലോ, ആ ടേണിങ്ങിൽ നിന്ന് വരുമ്പോൾ തന്നെ പെട്ടെന്ന് എന്നെ കണ്ടിട്ട് ആൾ പെട്ടെന്ന് കട്ട് ചെയ്ത് സ്കിഡായതാണെന്നും അറിയില്ല. ഞാൻ കാണുമ്പോൾ തന്നെ മറിഞ്ഞിട്ടാണ് വരുന്നത്, നിരങ്ങിയിട്ടാണ് വരുന്നത്. ഞാൻ കണ്ട സ്പോട്ടിൽ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ലെഫ്റ്റിക്ക് കൂട്ടിയെടുത്തിട്ട് ഞാൻ ബ്രേക്ക് ചെയ്തു. പിന്നെ ഞാൻ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അതെങ്ങനെ എണീച്ച് പോകണമെന്നാണ് കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ അള്ളാഹ്ക്ക് സ്തുതി നൽകി, രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആ ഒരു സന്തോഷം. ഷോക്കായ ഒരു മൊമെൻ്റ് കൂടിയാണല്ലേ അത്? അതെ അതെ, ഭയങ്കരമായ ഷോക്കായിരുന്നു. പിന്നെ പിടിക്കുമ്പോൾ സാധാരണഗതിയിൽ കൃത്യസമയത്തൊക്കെ വാഹനം പിടിച്ചാൽ കിട്ടുന്ന സാഹചര്യം ഒന്നും ഉണ്ടാവില്ലല്ലോ, പക്ഷെ ഇവിടെ കൃത്യസമയത്ത് ബ്രേക്ക് ചവിട്ടി കിട്ടി. അതെ അതെ, കിട്ടി, അങ്ങനെ കിട്ടി, രക്ഷപ്പെട്ടു. അള്ളാഹ്ക്ക് സ്തുതി, അത്ര കൂടുതലൊന്നും പറയാനില്ല, അതാണ് സ്തുതി, അള്ളാഹ്ക്ക് സ്തുതി. ബൈക്ക് ഓടിച്ച് വരുന്ന സമയത്ത് തന്നെ തെന്നി വീണിട്ടെന്ന് തോന്നണല്ലേ, റോഡിലെ കുറച്ച് മുന്നിൽ വെച്ച് തന്നെ? അതെ അതെ, എൻ്റെ ബസ് കാണുന്നതിന് മുമ്പ് തന്നെ ആൾ മറിഞ്ഞിട്ട് നിരങ്ങിയിട്ടാണ് വരുന്നത്. ബസ് കാണലും മറിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഫ്രണ്ട് വീൽ കഴിഞ്ഞ് ബാക്ക് വീൽ കഴിഞ്ഞ് അങ്ങനെ എണീച്ച് പോവുകയാണ്. ഞാൻ ലെഫ്റ്റിക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ ഇടങ്ങാറായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനെ പറഞ്ഞു, ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ ഇങ്ങനെ മുറിയ കൈമിലൊക്കെ. മഹദിൻ പബ്ലിക് സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറാണല്ലോ താങ്കൾ. നമ്മളെ ബസ്സിൽ കുട്ടികളുണ്ടായിരുന്നു? കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, ബാക്കി കുട്ടികളെ എടുക്കാനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കട്ടുപാറ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെണ്ടക്കോട് എന്ന റോഡുണ്ട്, അവിടെ എടുത്തിട്ട് കുട്ടികളെ എടുത്തിട്ട് പിന്നെ നേരെ സ്കൂൾക്ക് കുട്ടികളൊക്കെ എടുത്തിട്ട് വരണം, അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് 3ാമത്തെ റൂട്ടാണ്, എനിക്കവിടെ 4 റൂട്ട് പോകാനുണ്ട്. അത് 3ാമത്തെ കട്ടുപാറ എന്ന റൂട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ സംഭവം സംഭവിച്ചത്. ഇപ്പോൾ കുറേ കാലമായല്ലോ ഡ്രൈവറായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം തോന്നുന്നത്? ആദ്യമായിട്ടാണ്. അതെ, ഇല്ല, ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ഫസ്റ്റായിട്ടാണ്. അതെ, കണ്ടിരുന്നു. അതെ, ഒരു ചെറിയ കുട്ടി അവിടുന്ന് പെട്ടെന്ന് തിരിച്ചു പോരുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഡ്രൈവറിൻ്റെ ഒരു കഴിവായിരിക്കാം. ഇറങ്ങിപ്പോയി ആ കുട്ടിനോട് സംസാരിച്ചോ ആ സമയത്ത്? ഇറങ്ങിപ്പോയി. ഞാൻ സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ചോദിച്ചു അവനോട് എന്താ ചെയ്ത് ഇത്ര ഫാസ്റ്റിൽ എന്ന് വന്നു ചോദിച്ചപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തു, അപ്പോൾ ബ്രേക്ക് സ്റ്റക്കായി, അങ്ങനെ വന്നുകൊണ്ട് ഞാൻ മറിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ കഴിയുമ്പോൾ കൈക്ക് എന്താ വെച്ചാൽ കൈക്ക് ചെറിയ മുറിയുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്നോട്. ആ CCTV നോക്കുമ്പോൾ നമ്മൾ നിങ്ങളെ വണ്ടി നിർത്താനും അപ്പുറത്തേക്ക് വല്ലാ സ്ഥലമല്ല, സൈഡിലേക്ക് വല്ലാ സ്ഥലമല്ല അല്ലേ? പിന്നെ എങ്ങനെയത് കൃത്യം ചവിട്ടിയത് അവിടെ തന്നെ? അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക, അതൊക്കെ ഒരു നിമിത്തം അത്ര പറയാനുള്ളൂ. ഇനി ലെഫ്റ്റിക്ക് എനിക്ക് എടുക്കാനില്ല, അവിടെ ഒരു മതിലാണ്, പിന്നെ അപ്പുറത്ത് താഴെ കുഴിയാണ്, അതൊരു കൊട്ടേഴ്സിൻ്റെ ഭാഗമാണ്, അതാണ് സംഭവം. സ്കൂൾ ബസ്സിൻ്റെ മേഖലയിൽ ഞാൻ 4ാമത്തെ വർഷമാണ്. ഇതിനു മുമ്പ് ഞാൻ ടിപ്പറായിരുന്നു ഓടിച്ചിരുന്നത്. അങ്ങനെ 11 വർഷം ടിപ്പർ ഡ്രൈവറായിരുന്നു. സ്കൂൾ ഡ്രൈവറായിട്ട് 4ാമത്തെ വർഷത്തിലാണ്, 4 വർഷം പൂർത്തിയായി. എന്തായാലും ഇതാണ് ഷഹീദ് ക, സോഷ്യൽ മീഡിയ തിരയുന്ന ആ ഡ്രൈവറാണിത്. ഈ മഹദിൻ പബ്ലിക് സ്കൂളിൻ്റെ ഡ്രൈവറാണ്. അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം ആ പുറകിൽ കാണുന്നതാണ്, ആ സ്കൂൾ ബസ്സാണ്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ തോന്നുന്നു. ആ സ്കൂൾ ബസ്സാണ് കൃത്യസമയത്ത് ബ്രേക്കിട്ട് നിർത്തുന്നതും കൃത്യസമയത്ത് ആ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. എന്തായാലും കുട്ടിക്ക് ചെറിയ പരിക്ക്, റോഡിൽ റസീത് മൂലമുണ്ടായ ചെറിയ പരിക്കുകൾ മാത്രമാണ്. അതിനനുസരിച്ചുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതിൻ്റെ ഷോക്കിലായിരുന്നു ഈ സമയം അത്രയും ഉണ്ടായിരുന്നത്. എന്തായാലും ദൈവത്തിൻ്റെ കൃപ അതുകൊണ്ട് മാത്രമാണ് കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഷഹീദ് നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.